ഞാൻ മുൻപ് എവിടെയോ കേട്ടിട്ടുണ്ട് കേരളത്തിൽ റോയൽ എൻഫീൽഡ് ബൈക്കുകളുടെ സെയിൽസ് കുത്തനെ കൂടാൻ കാരണം ഈ ഒരു സിനിമയാണെന്ന്. ഈ പറഞ്ഞതിനെ സാധൂകരിക്കാനുള്ള വ്യക്തമായ ഡാറ്റയൊന്നും എന്റെ കയ്യിലില്ല, പക്ഷേ ഒരു അനുഭവമുണ്ട്. 2011 ഞാൻ നാട് വിടുന്നത് വരെ എന്റെ നാട്ടിൽ ഞാൻ ബുള്ളറ്റ് കണ്ടിരുന്നത് ഒന്നുകിൽ ഒരു ഇറച്ചി വെട്ടുകാരൻ അല്ലെങ്കിൽ ഒരു ഗുണ്ടാ പശ്ചാത്തലമുള്ളയാൾ. ഇനി പശ്ചാത്തലം ഏതാണെങ്കിലും അതൊരു 100 കിലോ തൂക്കവും 6 അടി പൊക്കവുമുള്ള ഒരാളായിരിക്കും. സോ എന്റെ കണ്ണിൽ ഇങ്ങനെയുള്ള ആളുകൾ മാത്രം കൊണ്ടു നടന്നിരുന്ന ഒരു സംഭവമായിരുന്നു ബുള്ളറ്റ് ബൈക്കുകൾ. എന്നാൽ ഒരു 2-3 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വെക്കേഷന് നാട്ടിലെത്തുമ്പോൾ കണ്ടിരുന്നത് ഈ ബുള്ളറ്റ് ബൈക്കിന്റെ ഭാരത്തിന്റെ പകുതിയേക്കാൾ ഭാരം കുറഞ്ഞ ആളുകൾ, അതായത് ചെറുപ്പക്കാർ ഈ വണ്ടിയും എടുത്ത് പോകുന്നതാണ്. അത് ഈ സിനിമയുടെ ഇൻഫ്ലുവൻസ് തന്നെയാണെന്ന് വിശ്വസിക്കാനുള്ള മറ്റൊരു കാരണം ഈ ചെറുപ്പക്കാരുടെയൊക്കെ കയ്യിൽ കണ്ടിരുന്ന ബുള്ളറ്റിന്റെ ആ ഒരു കളറായിരുന്നു, ആ ഒരു ആർമി ഗ്രീൻ ടൈപ്പ് കളർ. അതിനു പുറമെ ആ പെട്രോൾ ടാങ്കിന് മേലെ ഒരു സ്റ്റാറും. സോ ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം സത്യമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അടുത്തതായി സിനിമയെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടേഴ്സ്, നമ്മുടെ അവിയൽ. സിനിമാ ഫീൽഡിൽ ഈ അടുത്തെങ്കിലും ഞാൻ അവരെ കണ്ടിട്ടില്ല, ബട്ട് സാൾട്ട് ആൻഡ് പെപ്പർ, സെക്കൻഡ് ഷോ പോലുള്ള സിനിമകൾക്ക് അവർ മ്യൂസിക് നൽകിയിട്ടുണ്ടെങ്കിലും അവരെ പറ്റി ഓർക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഈ ഒരു സിനിമയ്ക്ക് മ്യൂസിക് നൽകാൻ വേണ്ടി ജനിച്ചവർ എന്നാണ്. ബിക്കോസ് കഥയുമായി അത്രയ്ക്ക് ഇണങ്ങിയ രീതിയിലായിരുന്നു അവർ ചിട്ടപ്പെടുത്തിയ പാട്ടുകൾ. ആൻഡ് ഓഫ് കോഴ്സ് മൈ മാൻ DQ, എന്റെ വിധി എന്റെ തീരുമാനങ്ങളാണ്. ഈ ഒരു ഡയലോഗ് അന്നത്തെ എല്ലാ ചെറുപ്പക്കാരെ കൊണ്ടും പറയിച്ച മുതൽ, കൂടെ സണ്ണി വെയിനുമൊത്തുള്ള കോമ്പിനേഷനും. എനിവേസ്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എനിക്ക് മുൻപുണ്ടായിരുന്ന ജനറേഷനിൽ ആളുകൾ ബൈക്കും കാറും എടുത്ത് ലോകം ചുറ്റിയിട്ടുണ്ട്. പക്ഷേ എന്റെ ഒരു ജനറേഷനെ അതിലേക്ക് ഇറക്കി വിട്ടത് നിസ്സംശയം പറയാം അത് ഈ സിനിമ തന്നെയാണ്.